ഇരിക്കൂർ ടൗണ് മാർക്കറ്റിൻ്റെ സൈഡിലായിട്ടുള്ള പുഴയുടെ ഒരു സൈഡിലായിട്ടുള്ള മാർക്കറ്റിലാണ് നമ്മളുള്ളത്. ഇന്നിവിടെ വരാൻ കാരണമുണ്ടായത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുകയുണ്ടായി, വേസ്റ്റുകൾ അത് ആരൊക്കെയാണെന്നറിയില്ല, ഇവിടുന്ന് കുറേ വേസ്റ്റുകളും കവറുകളും എല്ലാം ഈ പുഴയിൽ വന്നിട്ടാണ് എല്ലാവരും തട്ടുന്നത്. അതിൻ്റെ വിഷ്വൽസൊക്കെ ഏജാൻറ്റ് ചാനൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ പുഴയോരത്തെന്ന് പറയുമ്പോൾ ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പുഴയുടെ രണ്ട് സൈഡിലുമായിട്ടും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ആ ജനങ്ങളൊക്കെ ഈ കുടിവെള്ളത്തിനും അവരുടെ പ്രാഥമിക കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഈ പുഴയിലെ വെള്ളമാണ്. ആ വെള്ളത്തിലാണ് ഇവർ ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ച് അത് മാലിന്യമാക്കി തീർത്തിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേനൽക്കാലമാണ്. ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. ആ അവസ്ഥയിലും ഇവിടുത്തെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വെള്ളത്തിൽ ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ച വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ ആകുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊക്കെയാണ് ഇവിടുത്തെ മാലിന്യങ്ങൾ. ഇതൊക്കെ ആരൊക്കെയാണ് നിക്ഷേപിക്കുന്നത് നമുക്ക് പറയാൻ കഴിയത്തില്ല. നല്ല രീതിയിൽ ഒരു പുഴയെ എങ്ങനെ മലിനമാക്കാം അതൊക്കെ ആ രീതിയിൽ തന്നെ ഇവിടെ മലിനമാക്കിയിട്ടുണ്ട്. ഇരിക്കൂറിൻ്റെ ഒരു ഹൃദയഭാഗത്ത് നിലനിൽക്കുന്ന ഒരു ടൗണാണ് ഇരിക്കൂറിലെ മാർക്കറ്റിൻ്റെ ഭാഗം. ആ മാർക്കറ്റിൻ്റെ ആ പുഴയുടെ ഇവിടെ ചാലുകൾ അവിടെയൊക്കെയാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ളത്. ഭയങ്കര മാലിന്യമാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ ഈ ഒരു പുഴ മാലിന്യമായി നിറയുക തന്നെ ചെയ്യും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്കാണ്, ഇരിക്കൂറിലെ ജനങ്ങൾക്കാണ്, ഈ പുഴയോരത്ത് താമസിക്കുന്ന ജനങ്ങൾക്കാണ്. ഇത് കൃത്യമായിട്ട് അധികൃതർ നടപടി എടുത്തില്ലെങ്കിൽ ഇത് വലിയൊരു മാലിന്യ കേന്ദ്രമായിട്ട് തന്നെ ഈ ഇരിക്കൂറിലെ ഈ പുഴയോരം മാറും എന്നതിൽ ഒരു സംശയവുമില്ല. ഇരിക്കൂറിലെ ഈ പുഴയെ ആശ്രയിക്കുന്നത് ഒരുപാട് ജനങ്ങളാണ്. ആ ജനങ്ങൾക്കിപ്പോൾ ആ പുഴയിൽ ഇറങ്ങാനോ ആ പുഴയിൽ നിന്ന് കുളിക്കാനോ ആ പുഴയിലെ വെള്ളം ശേഖരിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോഴും അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ പേടിയായതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അവരൊക്കെ ഇത് കാണുന്നുമുണ്ട്. എന്തായാലും അതിനു വേണ്ട നടപടി പഞ്ചായത്ത് എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിലവിലെ ഇവിടുന്ന് ഒരാൾ പറഞ്ഞത് പഞ്ചായത്ത് ഇടപെട്ട് അത് നീക്കാനുള്ള ഒരു ഇടപെടൽ ചെയ്യുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുമുള്ളത്. എന്തായാലും അത് വേഗത്തിൽ നീക്കി ഇനി അവിടെ മാലിന്യമിടുന്ന അവരെ കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവർക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാനും ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ അധികൃതരും തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനറ്റ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.